അപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ സ്വിംഗ് ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും വേണ്ട എൻട്രി എക്സിറ്റ് റൂളുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ എൻട്രി എടുക്കണം, എങ്ങനെ എക്സിറ്റ് ചെയ്യണം, എങ്ങനെ ഹെഡ്ജ് ചെയ്യണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇൻട്രാഡേ പഠിക്കാൻ ഇപ്പോൾ ഇൻട്രാഡേ. പക്ഷേ ഇൻട്രാഡേ പഠിക്കാൻ നമ്മൾ എവിടെയും പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പോണോ? ഇൻട്രാഡേ പഠിക്കണോ? വേണ്ട. പഠിക്കണം. ആർക്കും ഇൻവെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓർത്ത് പിന്നെ ഇൻട്രാഡേ പഠിക്കേണ്ട കാര്യമില്ലല്ലോ. ഇൻട്രാഡേ പഠിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് തല തിരിഞ്ഞ വഴിയിലൂടെയാണ് ഇന്ന് പോകുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ. എല്ലാ ദിവസവും നേരെ പോയിട്ട് കാര്യമില്ല, ഇടയ്ക്ക് നമുക്കും തല തിരിഞ്ഞ വഴിയിലൂടെ പോകാം. അപ്പോ ഈ തല തിരിഞ്ഞ വഴിയിലൂടെ പോകുന്നതിന് മുമ്പേ ഫസ്റ്റ് ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസും മാർക്കറ്റ് ലൈവ് മാർക്കറ്റ് സെഷനും നാളത്തേക്കുള്ള ഇൻട്രാഡേ ലെവലുകളും നോക്കിയിട്ട് നമുക്ക് ഇൻട്രാഡേയിലേക്കും അത് വഴി വേറെ വഴിയിലേക്കൊക്കെ പോവാം. തോമസ് സാർ ഇന്നില്ല, അതുകൊണ്ട് അത് നോക്കൊന്നും വേണ്ട. അതുകൊണ്ടൊന്നല്ല ഇൻട്രാഡേ ഇന്ന് ആദ്യം എടുക്കുന്നത്, മാർക്കറ്റ് അനാലിസിസ് ആദ്യം എടുക്കുന്നത്. അതുകൊണ്ട് തോമസ് സാർ ഉള്ളത് കൊണ്ടല്ല കേട്ടോ. ഇനിയിപ്പോ അത് വിചാരിച്ചിട്ടിരിക്കണ്ട, ഇന്ന് തോമസ് സാറിനെ കാണാനുള്ള പ്രതീക്ഷയും വേണ്ട. ഇന്ന് പ്രോഫിറ്റ് കിട്ടിയതിന്റെ ഒരു ശകലം എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ഭയങ്കര മൗനവ്രതത്തിലാണല്ലോ. വിചാരിച്ചതിനേക്കാളും കിട്ടിയോണ്ടുള്ള ഒരു ഇതായിരിക്കും. പകുതിക്ക് ദാനം ചെയ്താ പോലെ എന്തിന് ഇത്ര വിഷമിക്കുന്നേ? സാറേ എനിക്ക് ഏറ്റവും നല്ല ദിവസമായി തോന്നി മാർക്കറ്റ് ഇതുവരെ. ക്യാപിറ്റൽ കുറവായതുകൊണ്ട് വലിയ പ്രോഫിറ്റ് എടുക്കാൻ കഴിഞ്ഞില്ല. അയ്യോ, ആ ചിന്ത പോലും വരരുത്. നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് എന്ത് നേടാൻ പറ്റിയെന്നല്ല. ഞാൻ തൃപ്തിപ്പെട്ടു സാർ, പിന്നെ എന്തോ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ടു, പിന്നെ എടുക്കാൻ പോയില്ല. അത്രേ ഉള്ളൂ. എന്നാൽ ഞാന് ഇന്ന് ലൈവ് സെഷനിൽ ഒരൊറ്റ അക്കൗണ്ടില് വെറും 5000 രൂപ മാത്രം ആഡ് ചെയ്തുകൊണ്ട് ആ അക്കൗണ്ടിൽ നിന്ന് 11,800 രൂപയിലേക്ക് എത്തി. ഇന്ന് ലൈവില് മാത്രം 5000 രൂപ മാത്രം ഉപയോഗിച്ചു. അപ്പൊ എല്ലാ ദിവസവും മാർക്കറ്റ് നമുക്ക് ഒരുപോലെയാണ്. എല്ലാ ദിവസവും മാർക്കറ്റ് ഒരുപോലെയാണ്. ഒരു ദിവസവും നല്ലതുമില്ല, ഒരു ദിവസവും ചീത്തയില്ല. എല്ലാ ദിവസവും മാർക്കറ്റ്. എന്ത് പ്രശ്നം എന്നറിയോ? നമ്മളേ പ്രോഫിറ്റ് കയറി കഴിഞ്ഞാൽ നമ്മള് പേടിച്ചിട്ട് എക്സിറ്റ് ചെയ്ത് പോവാണ്. അതിലേക്കൊക്കെ വരാം. ഇന്നത്തെ ഒരു കാര്യം പറയട്ടെ സാറേ. അലക്സ് ആണ് പുതിയതായിട്ട് വന്ന ജോയിൻ ചെയ്ത ആളാണ് സാറേ. കുറെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു സാറിന്. എന്റെ മുഖം അറിയായിരിക്കും, തിരുവനന്തപുരത്ത് വന്നതാണ് ഞാൻ. അവിടെ നിന്ന് പഠിച്ചിട്ട് വന്ന് 1-2 ട്രേഡൊക്കെ എടുത്തായിരുന്നു. ചെറിയ ലോസ് ഒക്കെ നേരത്തെ സംഭവിച്ചു. പക്ഷെ ഇന്ന് ഞാൻ ഒന്നൊക്കെ നേരത്തെ വിചാരിച്ചാണ് പോയത്. സാറ് പറഞ്ഞ മെത്തേഡിൽ തന്നെ ട്രേഡ് ചെയ്യുമെന്ന് പറഞ്ഞ് വിചാരിച്ച് മനസ്സിൽ ഉറച്ചാണ് പോയത്. പക്ഷെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഞാൻ ഓരോ ട്രേഡ് എടുത്ത് അത് സാറ് പറഞ്ഞതുപോലെ അത് പ്രോഫിറ്റ് റൈഡ് ചെയ്ത് നിഫ്റ്റിയിൽ എനിക്ക് നന്നായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. ഒരു ലോട്ടാണ് എടുത്തെങ്കിലും അത് 180 ഒരു കോൾ എടുത്ത് അത് 200 മുകളിൽ പോയപ്പോ ഞാൻ 200 സ്റ്റോപ്പ് ലോസ് വെച്ച്, പിന്നെ അത് 210 പോയപ്പോ 205 സ്റ്റോപ്പ് ലോസ് വെച്ച്. അപ്പൊ ആ നിഫ്റ്റി ഒന്ന് നമ്മുടെ ഓപ്പണിംഗ് റേഞ്ച് കട്ട് ചെയ്ത് മുകളിലോട്ട് പോയിട്ട് അവിടെ ഇരുന്ന് പരുങ്ങായിരുന്നു കുറച്ചു നേരം. അപ്പം പക്ഷെ എനിക്ക് ഒരു ധൈര്യക്കേടും വന്നില്ല, അത് താഴോട്ട് പോകില്ല എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെ ധൈര്യത്തോടെ നിന്ന്. ഈ 15 വർഷവും എനിക്കില്ലാത്ത ഒരു ധൈര്യത്തോടു കൂടിയാണ് ഞാൻ നിന്നത്. കാരണം അത് റേഞ്ച് കട്ട് ചെയ്തത് കൊണ്ട് സാറ് പഠിപ്പിച്ചതനുസരിച്ച് ഇത് മുകളിലോട്ട് പോകുമെന്ന് എനിക്ക് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. അവസാനം ഞാൻ 30 പോയപ്പം 25 കൊണ്ട് സ്റ്റോപ്പ് ലോസ് വെച്ച്. പക്ഷെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. പിന്നെ അത് 45 പോയെന്ന് തോന്നുന്നു. പക്ഷെ എങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഈ ഒരാഴ്ച 1.5 കൊണ്ട് ഇതുപോലെ ഞാൻ ഇത്രയും ദിവസത്തെ എക്സ്പീരിയൻസിൽ പോലും ഞാൻ ഒരു ലോട്ട് പിടിച്ചിട്ടാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷെ നിഫ്റ്റി അവിടെ ഇരുന്ന് കയറാൻ പരുങ്ങിയിട്ട് പോലും എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് മുകളിലോട്ട് പോകാനുള്ള പോക്കാണെന്ന് ഉറപ്പിക്കാൻ പറ്റി. അതുകൊണ്ട് ചെറുതല്ല, അത്യാവശ്യം ഒരു ലോട്ടിൽ നല്ല പ്രോഫിറ്റ് എടുത്തു സാറേ. വളരെ നന്ദിയുണ്ട്. നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. അത് പറയാണ് സാറേ. കാരണം പിന്നെ രാവിലത്തെ ട്രേഡ് ഒന്നും എടുത്തില്ല സാറേ. പിന്നെ ഇടയ്ക്ക് വെച്ച് 2 നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും 2 എടുത്തായിരുന്നു സാറേ. കുറച്ച് എക്സ്പീരിയൻസ് ഇതിലുള്ളൂ. നേരത്തെ ഉള്ള എക്സ്പീരിയൻസ് എല്ലാം
മാറ്റി വെച്ചിട്ട് ട്രേഡ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയത് സാറേ. വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല, പക്ഷെ എന്താണ് എനിക്ക് നല്ലൊരു പ്രോഫിറ്റ് ഈ 1.5 ആഴ്ച ആയുള്ളൂ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട്. അപ്പൊ അത് ശരിയായിരുന്നു അല്ല സാറേ? കറക്റ്റ് അല്ലായിരുന്ന? തീർച്ചയായിട്ടും നമ്മളുടെ ബാക്കിയെല്ലാം ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസും സിസ്റ്റവും എല്ലാം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് നേടുക എന്നുള്ള ഒറ്റ ലക്ഷ്യം. പ്രോഫിറ്റ് നേടാൻ പറ്റാത്തവർക്ക് പ്രോഫിറ്റ് നേടാൻ സഹായിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് സിസ്റ്റംസും റൂൾസ് ആൻഡ് റെഗുലേഷൻസും എല്ലാം വരുന്നത്. അതെയാണ് സാർ. പക്ഷെ ആ നിഫ്റ്റി കയറിയിട്ട് അവിടെ ഇരുന്ന് പരങ്ങുമ്പോഴും നമുക്കൊരു ആത്മവിശ്വാസക്കേടുമില്ല. എക്സിറ്റ് ചെയ്യണോ വേണ്ടെന്നൊന്നും നമുക്ക് തോന്നാറില്ല. കാരണം അത് മുകളിലോട്ട് പോകുന്ന തന്നെ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളെ മനസ്സിൽ. അത് തീർച്ചയായിട്ടും പോകും എന്നുള്ളത് നമ്മൾ ലെവലൊക്കെ വരച്ചു വെച്ചിരുന്നു. അങ്ങനെ പോയി സാറേ, നന്നായിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റി. വളരെ നന്ദിയുണ്ട് സാറേ. ഞാൻ എന്നും സംസാരിക്കാനൊന്നും വരാത്ത ആളാണ്. എന്നും സംസാരിക്കാൻ വരണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിക്വസ്റ്റ്. ഓക്കെ. പക്ഷെ എനിക്ക് ആദ്യമൊക്കെ വന്ന് ചെയ്തപ്പോ കുറച്ച് ലോസ് ഒക്കെ പറ്റി സാറേ. കാരണം റൂൾസ് ഞാൻ വയലേറ്റ് ചെയ്തായിരുന്നു. ശരിക്കും നമ്മൾ നേരത്തെ 10-16 വർഷം ചെയ്തുകൊണ്ടിരുന്നല്ലേ സാറേ. അപ്പൊ ഈ ആവേശം കൊണ്ട് രാവിലത്തെ ട്രേഡ് കിട്ടിയില്ല. അപ്പം ആ ഒരു ക്യാൻഡില് താഴെ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സെല്ലെടുക്കും. പുട്ടൊക്കെയാണ് വാങ്ങിച്ചോണ്ടിരുന്നത്. പക്ഷെ അപ്പോൾ ചെറിയ ലോസ് ഒക്കെ വന്നുകൊണ്ട് പിന്നെ പക്ഷെ വൈകുന്നേരം വന്ന് എടുത്ത് നോക്കുമ്പോൾ ആ റൂൾസ് ശരിയല്ല. അല്ലായിരുന്നെങ്കിൽ ഞാൻ സംശയം ചോദിക്കുമായിരുന്നു. അത് ശരിയായിട്ടല്ലായിരുന്നു നമ്മൾ എൻട്രി ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് കറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്തു. പക്ഷെ ഇനി കുറച്ച് നാളൂടെ എടുക്കുമായിരിക്കും തോന്നുന്നു ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും കുറച്ച് സമയം എടുക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് നമ്മൾ അതിനകത്ത് സ്കില്ലാവാതെ കുറച്ച് സമയം എടുത്തു പോകുന്നതാണ് നല്ലത്. ഓക്കെ. അപ്പോ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഇത് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. മാർക്കറ്റ് അനാലിസിസ് സെഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടത് എന്തുകൊണ്ട് പലർക്കും കഴിയുന്നുണ്ടല്ലോ, എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല, ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതിന് ഉത്തരം കണ്ടെത്താൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ. പലർക്കും കഴിയുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് കഴിയുന്നില്ല, ഈ ഒരു ക്വസ്റ്റ്യന് അതിനുള്ള ഉത്തരം ഇന്നൊന്ന് ശ്രമിച്ചു നോക്കിയതിന് ശേഷം നമ്മൾ സിലബസ് പഠിക്കാം. സിലബസ് ഒക്കെ ഇഷ്ടംപോലെ സമയമുണ്ട് പഠിക്കാനൊക്കെ. അപ്പൊ ചില സമയത്ത് ചില തോന്നലുകൾ വരുമ്പോൾ നമ്മൾ അതിന്റെ പുറകെ അങ്ങ് പോകുന്നു. അപ്പോൾ ഇന്നത്തെ തോന്നൽ ഇതായിരുന്നു, പലർക്കും സാധിച്ചു, എനിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല. ഇതിന് ഉത്തരം നമുക്ക് ചുമ്മാ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഉത്തരം കിട്ടുമോ ഇല്ലേ എന്നുള്ള രണ്ടാമത്തെ. ഓക്കെ. അപ്പോ ഇന്നത്തെ മാർക്കറ്റ് നമ്മള് ആരും സത്യത്തിൽ എന്റെ മുമ്പിൽ എലക്ഷൻ റിസൾട്ട് എന്നൊന്നും ഇല്ലായിരുന്നു. എലക്ഷൻ വരുന്നുണ്ടെന്നോ എലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെന്നോ അതിന്റെ റിസൾട്ട് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇന്നലെ ഞായറാഴ്ച കൊച്ചിയിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ റെസ്റ്റോറന്റിൽ TV-യിൽ ഇങ്ങനെ ഈ എലക്ഷൻ റിസൾട്ടിന്റെ ഈ ഒരു അനൗൺസ്മെന്റും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഈ എലക്ഷൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ തോമസ് സാറിനോട് ചോദിച്ചത്. തോമസ് സാർ പറഞ്ഞു ആർക്കറിയാന്ന് ചോദിച്ചു. അപ്പോ ഹോട്ടലിലുള്ള ഇത് ഏത് എലക്ഷന്റെ ആണെന്ന് ചോദിച്ചു. അപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന എലക്ഷന്റെ അറിഞ്ഞില്ലായിരുന്നു ചോദിച്ചു. ആ അവസ്ഥയിലായിരുന്നു ഞങ്ങളുടെ കാര്യം. എലക്ഷൻ നടന്നതും അറിഞ്ഞില്ല, ഇന്നലെ റിസൾട്ട് ആയതെന്ന് അറിഞ്ഞില്ല, വോട്ടെണ്ണൽ കഴിഞ്ഞതൊക്കെ ഒന്നും അറിഞ്ഞില്ല. അപ്പോ പറഞ്ഞു വന്നത്, പക്ഷെ നമ്മളൊക്കെ അതിന് മുമ്പേ തന്നെ നിഫ്റ്റി ഒരു കോൾ ഓപ്ഷൻ ഹോൾഡിംഗിൽ ഉണ്ടായിരുന്നു ഇല്ലേ? നമ്മൾ പലരുടെയും കയ്യിൽ 20,500 ഒരു നിഫ്റ്റി കോൾ ഓപ്ഷൻ ഹോൾഡിംഗ് പലരുടെയും കയ്യിലുണ്ടായിരുന്നു. ഇതൊന്നും മാർക്കറ്റിനെ പറ്റി പഠിച്ചിട്ട് മീൻസ് നമ്മൾ എലക്ഷൻ ഉണ്ടോന്നോ റിസൾട്ട് ഉണ്ടോന്നോ അറിഞ്ഞിട്ട് വാങ്ങിയതല്ല. മാർക്കറ്റ് ഒരു ബ്രേക്ക്ഔട്ട് നൽകിയിരിക്കുന്നു, അധിക ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ അവിടെ എത്താൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷ നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ മാർക്കറ്റ് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് മുന്നോട്ട് കയറുന്നതാണ്, ഒറ്റ ദിവസം കൊണ്ട് തന്നെ. അപ്പോ ഇത്രയും വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ മാർക്കറ്റിന് ഒരു കറക്ഷൻ വന്നേക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇത്രയും വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ഓൾ ടൈം ഹൈയിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്താൽ, ഓൾ ടൈം ഹൈയിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ, മറ്റുള്ളിടത്തെ പോലത്തെ ഗ്യാപ്പ് അല്ല അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അവിടെ വലിയൊരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഫില്ല് ചെയ്യാൻ, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ചാൻസ് വളരെ കൂടുതലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആദ്യത്തെ ആ ഒരു നിമിഷത്തിൽ നമ്മൾ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് ഒരു വലിയ റെഡ് ക്യാൻഡിൽ വന്നപ്പോൾ നമ്മൾ ആ ഒരു മാർക്കറ്റിനെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഇങ്ങനെ മാറിയത്. ഇത് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു. മാർക്കറ്റ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു തോന്നിയാൽ നമ്മുടെ ആ ഹോൾഡിംഗ് എല്ലാം എക്സിറ്റ് ചെയ്യുന്നു. പിന്നെ ഓപ്പണിംഗ് റേഞ്ചിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടേ നമ്മൾ ട്രേഡ് എടുക്കാവൂ എന്ന് പ്ലാൻ ചെയ്തു. ഓപ്പണിംഗ് റേഞ്ചിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടേ ട്രേഡ് എടുക്കാവുന്ന പ്ലാൻ ചെയ്തു. അപ്പോൾ ആ ഒരു പ്ലാനിങ് ഒട്ടും മോശമായില്ല എന്ന് നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഒരു ഗ്യാപ്പ് അപ്പ് ക്രിയേറ്റ് ചെയ്ത മാർക്കറ്റിൽ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ഒത്തിരി സമയമെടുത്തു. ആ ഓപ്പണിംഗ് റേഞ്ചിന്റെ ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് മാർക്കറ്റ് ഒത്തിരി സമയമെടുത്തു. ഏകദേശം ഉച്ചയ്ക്ക് ശേഷമാണ് ആ മാർക്കറ്റ് ഓപ്പണിംഗ് റേഞ്ചിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റിന് തിരിച്ചു കയറാൻ സാധിച്ചത് ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ്.
ആ ബ്രേക്ക് ചെയ്യുന്നത് പോലും, അതായത് നമ്മൾ വിചാരിച്ചു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇവിടുന്ന് ഞാൻ ഉൾപ്പെടെ ഒരു പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുട്ട് ഓപ്ഷൻ തിരിച്ച് കയറി ഇത്രയും കയറിയപ്പോൾ പോലും എക്സിറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, വളരെ ശ്രദ്ധയോട് കൂടി കേൾക്കണം. എക്സിറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഈ സാധാരണഗതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വലിയൊരു ക്യാൻഡിൽ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുമ്പോൾ, സാധാരണഗതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വലിയൊരു ക്യാൻഡിൽ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ഇവിടുന്ന് നമ്മളൊരു പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് തിരിച്ചു കയറി തൊട്ടു താഴെയുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് ഇത് ടാർഗറ്റ് വെച്ചുകൊണ്ട് പോകുന്നതാണ് പതിവ്. ശരിയല്ലേ? സ്വാഭാവികമായിട്ടും ഈ ഇത്രയും വലിയ ക്യാൻഡിലിന്റെ റെസിസ്റ്റൻസ് ഉണ്ട്, അത് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവിടെ ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്തെന്ന് കാണുമ്പോൾ ഇതിന്റെ 1/3 ടാർഗറ്റ് വെച്ചിട്ട് കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് ഈ ലോസ് കുറയ്ക്കുക, പ്രോഫിറ്റിലേക്ക് എത്തുക ചെയ്യുന്ന ഒരു ശീലമാണ്, അല്ലെങ്കിൽ ഒരു ശൈലിയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം അതിന് പോലും നമ്മൾ നിന്നില്ല. ഇവിടുന്ന് ഒരു പുട്ട് ഓപ്ഷൻ എടുത്തത് ആ മാർക്കറ്റിൽ ഇത് തിരിച്ചു കയറുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവട്ടെ, തിരിച്ചു കയറുമ്പോൾ ഞാൻ കോൾ ഓപ്ഷൻ കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നല്ലാതെ ഇവിടുന്ന് റിവേഴ്സ് ആയപ്പോൾ ഇനി ഒരു പുട്ട് ഓപ്ഷൻ കുറച്ച് ആഡ് ചെയ്യാന്നുള്ളൊരു ചിന്തയെ അല്ലെങ്കിൽ അത്തരം ഒരു മൈൻഡിലേക്ക് നമ്മൾ വന്നില്ലായിരുന്നു. കാരണം ഇത്ര ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തെങ്കിലും ഇത്രയും കാര്യങ്ങൾ വന്നപ്പോഴും ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്താത്തതിന്റെ പ്രധാന കാരണം മാർക്കറ്റിന്റെ ട്രെൻഡ് ഹൈലി പോസിറ്റീവ് ആണെന്നുള്ളതാണ്. അതല്ലാതെ നമ്മൾ ഒരിക്കലും മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരില്ല എന്നുള്ള ഒരു ചിന്തയില്ലാത്തതുകൊണ്ടൊന്നല്ല. പക്ഷെ ഹൈലി പോസിറ്റീവ് ആയിട്ടുള്ള ഈ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് താഴേക്ക് വരുന്നത്, താഴേക്കുള്ള മൂവ്മെന്റിനൊപ്പം ട്രേഡ് എടുക്കുന്നത് സൂക്ഷിച്ച് വേണം എന്നുള്ള ഒരു ചിന്തയാണ് ഇന്ന് താഴെ വന്നപ്പോൾ പോലും പുട്ട് ഓപ്ഷൻ എടുക്കാൻ പരിശ്രമിക്കായിരുന്നു. മീൻസ് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് സാറേ, നമ്മൾ എക്സിക്യൂഷൻ എടുക്കുന്ന പോലെ സാറ് പറഞ്ഞ പോലെ തന്നെ ആഡ് ചെയ്തു. പക്ഷെ എനിക്കൊരു ചാൻസ് കിട്ടി എക്സിറ്റ് ചെയ്യാൻ, ചെറിയൊരു പ്രോഫിറ്റ്, 1000 റുപ്പീസോളം പ്രോഫിറ്റ് കിട്ടി. പക്ഷെ ഞാൻ ഇത്രയും ഗ്യാപ്പ് അപ്പ് വന്ന് വലിയ ക്യാൻഡിൽ വന്ന് എന്റെ ഒരു കണക്കൂട്ടലായിരുന്നു, ആ റെഡ് ക്യാൻഡില് ബ്രേക്ക് ചെയ്യില്ല എന്നുള്ളൊരു അസംഷൻ ആയിരുന്നു ഇത്രയും താഴോട്ട് വന്ന കാരണം. അവിടെ പൊളിഞ്ഞു. അപ്പൊ വെയിറ്റ് ചെയ്ത് എനിക്ക് ആ ലോസിലെത്തി. കഴിഞ്ഞിട്ട് ഒരു 12 കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ അത് റീട്രേസ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ അത് എക്സിറ്റ് ചെയ്തു. ഈ ലോസ് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് നോക്കി അങ്ങനെ ഇരുന്നു. വലിയൊരു അബദ്ധം പറ്റി. കുഴപ്പമില്ല സാറേ, കാരണം മാർക്കറ്റ് അതിന്റെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ സാധ്യത വളരെ കൂടുതലാണ്. കാരണം അത് ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇതൊന്നുകൂടെ ചോദിച്ചാണ്, ഇന്ന് ഒരു BJP കൊണ്ടുള്ള ഒരു ഫ്രീക്ക് ആയിട്ടുള്ള ഒരു കയറ്റമാണോ എന്നൊരു ഡൗട്ട് ആയിരിക്കാം. മേ ബി ആയിക്കോട്ടെ, എന്ത് ഇതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കയറ്റവും ആയിക്കോട്ടെ. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ നിഫ്റ്റി മാത്രമല്ല ആ റേഞ്ചിലേക്ക് വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയും വലിയൊരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഓൾ ടൈം ഹൈ എത്തിക്കഴിഞ്ഞു. എല്ലാ മാർക്കറ്റും സെൻസെക്സും എല്ലാം. യെസ്. അപ്പോ മാർക്കറ്റിന്റെ പോസിറ്റീവ് റാലി 1, 2, 3 ദിവസത്തേക്ക് ഇപ്പൊ ഈ മാർക്കറ്റ് കണ്ടതുപോലെ തന്നെ ശ്രദ്ധിക്കുക. 1, 2, 3 ദിവസത്തേക്ക് മാർക്കറ്റ് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം. 1, 2, 3 ദിവസത്തേക്ക് മാർക്കറ്റ് നെഗറ്റീവ് ആയിരിക്കാം. പക്ഷെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് അത് തിരിച്ചു കയറുക തന്നെ മാർക്കറ്റിന്റെ ആക്കുന്നത്. സാറേ, ഡേവിഡ് സാർ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് ഒരു കാര്യമാട്ടെ, ഇന്നിപ്പോ ഞാൻ കണ്ട ഒരു സംഭവമാണ്. ഡേവിഡ് സാർ പറഞ്ഞില്ലേ, അത് 15 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം അത് മുന്നോട്ട് പോയി, അതിനുശേഷം വീണ്ടും പെട്ടെന്ന് താഴോട്ട് വന്നല്ലോ. ഒരു 1:45 അടുപ്പിച്ചിട്ടുള്ള വലിയ റെഡ് ക്യാൻഡില്. അതിൽ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ആ ക്യാൻഡില് മുകളിലോട്ട് വന്നപ്പോ വീണ്ടും പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് അവര് പിന്നെ അങ്ങ് മൂവ് ചെയ്യുവാണ്. അതെ, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് ആദ്യത്തെ സെഷനിൽ തന്നെ നമ്മുടെ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു, ഒരു അക്കൗണ്ടിൽ വെറും 5000 രൂപ കീപ്പ് ചെയ്തുകൊണ്ട് ആ അക്കൗണ്ടിൽ ഞാൻ ഒരു 11,800 രൂപയിലേക്ക് എത്തിയാണ് അത് ക്ലോസ് ചെയ്തത് ഇന്ന്. അതിൽ എന്നെ സഹായിച്ചത് ഇതിന് ശേഷമുള്ള ട്രേഡുകളുണ്ട്. ഈ ക്യാൻഡിൽ വന്നപ്പോൾ ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ വീണ്ടും എക്സിറ്റ് ചെയ്തു. ഇതിന്റെ മുകളിൽ കയറിയപ്പോൾ വീണ്ടും ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ട് എടുത്തു. അത് പിന്നെ ഞാൻ എക്സിറ്റ് ചെയ്യുന്നത് എവിടെയെന്നറിയാം? വൈകുന്നേരം. ഓക്കെ, അല്ല നമ്മുടെ ഒരു സ്ട്രാറ്റജിയിൽ അതുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നിയ ഒരു സ്ട്രാറ്റജിയാണ്, അതായത് ഇങ്ങനെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിൽ പെട്ടെന്ന് ഒരു ഡിപ്പ് വന്നിട്ട് ആ ഡിപ്പ് വീണ്ടും ക്രോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലല്ലേ? അല്ലെങ്കിൽ ശക്തിയോടെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലല്ലേ? അത് സത്യത്തില് ഇതല്ല സാർ ഉദ്ദേശിച്ചത്. ഒരു ഡിപ്പ് വന്നു, ആ ഡിപ്പ് വീണ്ടും ബ്രേക്ക് ചെയ്യുമ്പോൾ വീണ്ടും മുന്നോട്ട് പോകാനുള്ള ശക്തി കുറേയും കൂടെ കൂടുമല്ലേ?
അല്ല അനീഷ്, അങ്ങനെയല്ല. അതായത് ഞാനൊരു കാര്യം പറയാം. എനിക്ക് തോന്നുന്നു 12 മണിക്ക് ശേഷമാണ് മാർക്കറ്റ് ടൈപ്പ് 1 ആയി തീർന്നത്. അതിക്ക് മുന്നേ കംപ്ലീറ്റ് ടൈപ്പ് 3 ആയിരുന്നു. അല്ലേ സാറേ? സോറി സാറേ. അതെ, അതായത് ഇതിന് ശേഷമാണ് ടൈപ്പ് 1 മാർക്കറ്റ് എത്തിയത്. പ്രത്യേകിച്ച് ഈ ഒരു ഏരിയ ഇതല്ല, ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ മുതലാണ് ടൈപ്പ് 1 മാർക്കറ്റ് എത്തി തുടങ്ങിയത്, കയറിയത്. അതെ. ആ ഇവിടെ വരെ കറക്ഷൻ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആ ഒരു കറക്ഷൻ ഇല്ല. ഒറ്റ ക്യാൻഡിലേക്ക് താഴേക്ക് വരുന്നത്, അതിനപ്പുറത്തേക്ക് ഒരു ക്യാൻഡിൽ താഴേക്ക് വരുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ക്യാൻഡിലുകളുടെ എണ്ണം കൂടുതലായിരുന്നു. ഇതിലൊരു വേറൊരു കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഒരു റെഡ് ക്യാൻഡിൽ വരുമ്പോൾ പ്രീമിയം കൂടുന്നില്ല. ഒരു ചെറിയൊരു പച്ച ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ പ്രീമിയം പെട്ടെന്ന് കയറുന്നുണ്ട്. അതെ. അതായിരുന്നു നോട്ട്. അപ്പൊ കോളിരിക്കുന്ന സാധ്യത എന്ന് മനസ്സിലായി. അപ്പോഴേക്കും നമ്മളുടെ ലോസ് കുറച്ച് കയറിപ്പോയി. അപ്പോഴാണ് പിന്നെ ഞാൻ അതൊരു കോൾ എടുത്തത്. വോളിയം ഉണ്ടായിരുന്നു. ആ കോൾ എടുത്ത് കഴിഞ്ഞപ്പോ ആ റീട്രേസ്മെന്റ് വന്നപ്പോ ഇനി ലോസ് കയറണ്ടെന്ന് വിചാരിച്ചു ഞാൻ കട്ട് ചെയ്ത് മിണ്ടാണ്ടിരുന്നു. പിന്നെയാണ് അവിടുന്ന് കളി തുടങ്ങിയത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അതിലേക്ക് വരാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയും കൂടെ ഒന്ന് കാണണം. ബാങ്ക് നിഫ്റ്റിയും ഒന്ന് കാണണം എന്ന് പറയാൻ കാരണം ഈ ഒരു ഐഡിയ നിഫ്റ്റിയേക്കാൾ ഉപരി ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ എന്തുമാത്രം പോസിറ്റീവായിട്ട് നിലനിർത്തിയിട്ടുണ്ടെന്ന് അറിയാം. ബാങ്ക് നിഫ്റ്റി, അതായത് നിഫ്റ്റി നമ്മൾ കണ്ടിരുന്നു ഈ 110 ഈ റേഞ്ച് ബ്രേക്ക് ചെയ്താലേ നമുക്കൊരു സാധ്യതയുള്ളൂ എന്നുള്ളത്. ഇവിടെ നമ്മൾ മീൻസ് ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റി, നമുക്ക് ഇവിടെ എത്തി എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ 300-ലേക്കൊക്കെ ഇന്ന് എത്താൻ ചാൻസ് ഉണ്ടോ എന്ന് ലൈവ് സെഷനിൽ മുരളി സാർ ചോദിക്കുകയും ചെയ്തു. ഒരുപക്ഷെ എത്തിയേക്കാം എന്നുള്ളത് ആ സമയത്തൊരു വ്യൂ ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പോ ഇവിടെ നമ്മൾ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ ഇതിന്റെ മുകളിലേക്ക് കയറിയപ്പോൾ, ഈ 110-ന്റെ മുകളിലേക്ക് കയറിയപ്പോൾ, അവിടെ ഞാൻ മുകളിലേക്ക് കയറിയപ്പോൾ ട്രേഡ് എടുക്കാൻ കാരണം ലൈവിൽ പറയുന്ന പോലെ തന്നെ ഇവിടെ 2 ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു എന്നുള്ള കാരണം കൊണ്ടാണ് ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തത്. ഇവിടെ 2 വലിയ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു എന്നുള്ള കാരണം കൊണ്ടാണ് ഇവിടെ ട്രേഡ് എടുത്തത്. ആ ട്രേഡ് ഞാൻ സ്റ്റോപ്പ് ലോസ് റെയ്ഡ് ചെയ്തിട്ട് ഇതിന്റെ ഇവിടെ എത്തിയപ്പോഴേക്ക് ഞാൻ കയ്യിലുണ്ടായിരുന്ന ക്വാണ്ടിറ്റി 70% എക്സിറ്റ് ചെയ്തതിനു ശേഷം 2 എണ്ണം ഞാൻ വിട്ട് കളയേണ്ടിയിരുന്നു. ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും, ഒരു 5 മിനിറ്റിന്റെ ക്യാൻഡിലിന്റെ ലോ പോലും മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇതിന്റെ മുകളിലേക്ക് കയറി, അത് കയറിയത് വലിയൊരു ക്യാൻഡിലോട് കൂടിയാണ് കയറിയെന്ന് കണ്ടപ്പോഴേക്ക് ഇവിടുന്ന് കുറച്ച് ക്വാണ്ടിറ്റിയും കൂടെ ആഡ് ചെയ്തു. ആ ക്വാണ്ടിറ്റി ആഡ് ചെയ്തത് ഇതിന്റെ ലോ സ്റ്റോപ്പ് ലോസ് കിട്ടി. പക്ഷെ പെട്ടെന്ന് തന്നെ എനിക്ക് വലിയൊരു ഇത് വന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ അടുത്ത ക്യാൻഡിൽ താഴത്തേക്ക് വന്നു. ഇത് ബ്രേക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പേ അതുപോലെ തിരിച്ചു കയറി വൈകുന്നേരം അവസാന നിമിഷം 3:28-നാണ് ഈ ട്രേഡ് എക്സിറ്റ് ചെയ്തത്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇപ്പൊ തോന്നുന്നപ്പോ തന്നെ പറഞ്ഞിട്ടാണ്, എപ്പോഴും ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം. ട്രേഡിന്റെ തുടക്കത്തിലല്ല ഞാൻ വലിയ ലോട്ട് എടുത്ത് ചെയ്യുന്നത്. തുടക്കത്തിൽ ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ട് ചെയ്യും. അതായത് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ക്വാണ്ടിറ്റി എടുത്ത് ചെയ്തും ആ ഡയറക്ഷനിലേക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുമ്പോഴാണ് ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റി ആഡ് ചെയ്താൽ ആ ക്വാണ്ടിറ്റി ഒരു മൂവ്മെന്റ് കിട്ടിക്കഴിയുമ്പോൾ ആഡ് ചെയ്ത ക്വാണ്ടിറ്റി ഞാൻ എക്സിറ്റ് ചെയ്യും, എപ്പോഴും ഹോൾഡ് ചെയ്യാറില്ല. അതായത് ഇതൊക്കെ നമ്മൾ ലൈവ് സെഷനിലൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ, എക്സാമ്പിൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അവിടെ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ട്രേഡ് ചെയ്ത് തുടങ്ങും. അത് അടുത്ത അതേ ഡയറക്ഷനിലേക്ക് മൂവ്മെന്റ് കിട്ടുന്നുണ്ട്, വീണ്ടും സപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക. അതിനുശേഷം അതൊരു മൂവ്മെന്റ് കിട്ടി ഒന്ന് റിവേഴ്സ് ആവുന്നതിന്റെ ലക്ഷണം കാണിക്കുന്നു തുടങ്ങുമ്പോഴേക്ക് ആ ആഡ് ചെയ്ത ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മൊത്തത്തിലും എക്സിറ്റ് ചെയ്ത് മാറും. പിന്നെ അടുത്ത റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നു, അടുത്തൊരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് വീണ്ടും ട്രേഡ് എടുത്ത് തുടങ്ങുന്നത്. അതും അടുത്ത സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് വീണ്ടും ക്വാണ്ടിറ്റി ആഡ് ചെയ്യും. ഞാൻ ഈ ഒരു റെസിസ്റ്റൻസ് കാണാതെ അല്ല, ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു പോകുമ്പോൾ പറയുന്നുള്ളൂ. അടുത്തൊരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ വീണ്ടും ക്വാണ്ടിറ്റി ആഡ് ചെയ്യും. എന്നിട്ട് ഒരു മൂവ്മെന്റ് ഒന്ന് ഒതുങ്ങി, അല്ലെങ്കിൽ മൂവ്മെന്റ് മുകളിലേക്കുള്ള ഇവിടെയൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഇവിടെ മാർക്കറ്റ് മുകളിലേക്ക് കയറി തിരിച്ച് അവിടെ താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു, അടുത്ത ക്യാൻഡിൽ മുകളിലേക്ക് കയറി താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു എന്ന് കാണുമ്പോൾ ആ ആഡ് ചെയ്ത ക്വാണ്ടിറ്റി ഇവിടെ തന്നെ എക്സിറ്റ് ചെയ്യും. അതായത് ഒരു മൂവ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നത്. ആ മൂവ്മെന്റ് കിട്ടിക്കഴിയുമ്പോൾ ആഡ് ചെയ്ത ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്യും. ഈ രീതിയിലാണ് ഞാൻ ട്രേഡിന് മുന്നോട്ട് കൊണ്ടുവരുന്നത്. പലപ്പോഴും ഒറ്റ സെക്കൻഡ് ഇപ്പൊ സാധാരണ എല്ലാവരെയും കണ്ടുപിടുന്നത് എന്താണെന്നറിയോ, നമുക്ക് ഒരു മൂവ്മെന്റ് കിട്ടുമ്പോൾ തന്നെ ട്രേഡ് എടുക്കുന്നത്, എല്ലാവരെയും കാര്യമല്ല പറയുന്നത്, പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു മൂവ്മെന്റ് കിട്ടുമ്പോൾ തന്നെ ട്രേഡ് എടുക്കുന്നത് ക്വാണ്ടിറ്റി കൂട്ടി അങ്ങ് ട്രേഡ് എടുക്കും. ആ ക്വാണ്ടിറ്റി കൂട്ടി ട്രേഡ് എടുക്കുമ്പോഴേക്കും ഇമോഷൻസ് ഹൈ ആയിട്ട് വർക്ക് ചെയ്തു. ഇമോഷൻസ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിസിഷൻ എടുക്കുന്നത് വളരെ പെട്ടെന്ന് ഇമോഷണലി ആയിരിക്കും.
പക്ഷെ എന്നെ സംബന്ധിച്ചോളം അത് വരാത്തതിന്റെ കാരണം ഞാൻ ആദ്യമേ ട്രേഡ് എടുക്കുന്നത് ക്വാണ്ടിറ്റി കുറച്ചാണ്. അതിനുശേഷം അടുത്ത ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിന്റെ മുമ്പിൽ യെസ്, ഓക്കെ, വിട്ടുപോയി. അപ്പോ അടുത്ത ഓപ്പർച്യൂണിറ്റി മുമ്പിൽ കിട്ടുമ്പോഴായിരിക്കും ഞാൻ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യം എടുത്ത മാർക്കറ്റിൽ ഒരു കോൺഫിഡൻസ്, അത് പ്രോഫിറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് വരുന്നുണ്ടാവും. ആ കോൺഫിഡൻസിലാണ് ഞാൻ വീണ്ടും ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് എനിക്ക് ഡിസിഷൻസ് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുകൾ വരാറില്ല. അപ്പോൾ എപ്പോഴും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ തുടക്കത്തിലെ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടുന്നതിന് പകരം ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുകയും അതിനുശേഷം നമ്മൾ മാർക്കറ്റിന്റെ മൂവ്മെന്റ് നമുക്ക് പ്രോഫിറ്റ് വന്നു തുടങ്ങുന്നു, നമ്മുടെ P&L പ്രോഫിറ്റ് വന്നു തുടങ്ങുന്നു എന്ന് കാണുമ്പോൾ അവിടുന്ന് ക്വാണ്ടിറ്റി ആഡ് ചെയ്യുകയും ചെയ്യുമ്പോഴേക്ക് നമ്മുടെ കോൺഫിഡൻസും മാർക്കറ്റിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ ഒരു മാറ്റം വന്നിരിക്കും. ആ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ? യെസ്. സാറേ ഇന്ന് ക്ലാസ്സിന്റെ ഇന്ന് ലൈവ് സെഷൻ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ആദ്യം നമ്മൾ 1-2 ട്രേഡ് ഇന്ന ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് എടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 46,000 മേളിൽ വന്ന് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനൊരു ടാർഗറ്റ് തന്നത് 46,300 ആണ്. അല്ല, 100 ആണ്. 46,100 ആണ്. 100 ആണോ? 300 ആണെന്നാണ് എന്റെ ഓർമ്മ. 46 എന്താ സംഭവം? അത് തന്നെ 46,000 ബ്രേക്ക് ചെയ്തിട്ട് ട്രേഡ് എടുക്കാവൂ എന്ന് പറഞ്ഞു. ആ 46,000 ബ്രേക്ക് ചെയ്തിട്ട് ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് 46,100 ആ റേഞ്ച് ആണ് ടാർഗറ്റ്. ഈ റേഞ്ച് 46,100 ആണ് ഫസ്റ്റ് ടാർഗറ്റ് എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കാൻ വന്നത് 300 എന്നുള്ള വിചാരത്തില്ല ചോദിക്കാൻ വന്നു. 300 വരെ എങ്ങനെ ടാർഗറ്റ് കൗണ്ട് ചെയ്തെന്ന് മനസ്സിലായി ചോദിക്കാൻ വേണ്ടി. ഇല്ല, അതിനുശേഷം മുരളി സാർ ചോദിക്കുകയാണ് ആ ഒരു ടാർഗറ്റ് വെച്ചിട്ട് ഇവിടുന്ന് ട്രേഡ് എടുക്കേണ്ട കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ, അതായത് ഇത് 46,000 ബ്രേക്ക് ചെയ്താൽ നമുക്ക് അടുത്ത ടാർഗറ്റ് 46,100 അല്ലേ എന്ന് ബോസ്കോ സാർ ചോദിക്കുകയും ആ സമയത്താണെന്ന് തോന്നുന്നു മുരളി സാറിന് സംശയം വന്നത്. ഇന്ന് 46,300 വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജസ്റ്റ് ഒരുപക്ഷെ പോയേക്കാം, അതിനുള്ള സാധ്യത പോലും ഉണ്ടെന്ന് പറയാൻ കാരണം അതാണ്. കാരണം നിഫ്റ്റി ഒരു നല്ല, അതായത് നിഫ്റ്റി മാത്രമല്ല, പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം അത് ഒരു കറക്ഷന് വേണ്ടി ശ്രമിച്ചില്ല. ഓരോ തവണ വരുമ്പോഴും സപ്പോർട്ടുകളെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മുകളിലേക്ക് പോകാനാണ് സാധ്യത എന്ന് മനസ്സിലായി. പക്ഷെ എപ്പോഴും ഒരു ചിന്ത ഉണ്ടായിരുന്നു, ഒരു കറക്ഷൻ വന്നാൽ അത് എവിടം വരെ പോകുമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഓരോ ചെറിയ പ്രോഫിറ്റ് ബുക്കിങ്ങിലും നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ പറയുക, ഇന്നത്തെ മാർക്കറ്റിൽ ലൈവ് മാർക്കറ്റിൽ ട്രേഡിങ്ങിന്റെ മുമ്പിൽ ഉണ്ടായിട്ടും നമുക്ക് നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റിയില്ലെന്നുള്ള ആ ഒരു വിഷമം അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ചെറിയ പ്രോഫിറ്റിൽ പോലും ബുക്ക് ചെയ്തിട്ട് മാറിയിട്ട് നമ്മൾ അക്കൗണ്ട് നല്ല ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് എത്തിക്കാനുള്ള കാരണം അതായത്. ഇന്നൊന്ന് നോക്കിയേ, ബാങ്ക് നിഫ്റ്റി എത്ര പോയിന്റ് ആണ് അപ്പായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്? 1,600-ലധികം പോയിന്റ് അല്ലേ? 1,600-ലധികം പോയിന്റ് മൂവ് ചെയ്ത് നമ്മൾ അടുത്ത ദിവസം എവിടെയെങ്കിലും കണ്ടെത്തും? ആദ്യമായിട്ട് കാണുന്നു സാറേ. അല്ല, അത് വന്നിട്ടുണ്ട്, ഇതിനു മുമ്പൊക്കെ വന്നിട്ടുണ്ട്. 1,600 അറിയാം, അതും ഗ്യാപ്പ് അപ്പ് 800 പോയിന്റ് എങ്കിലും പോട്ടെ. ഇവിടുന്ന് ആരെങ്കിലും കാൽക്കുലേറ്റർ എടുത്തിട്ട് അടിച്ചു നോക്കി. ഇപ്പൊ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 46,500. 430. മാർക്കറ്റ് ലോ എത്രയായിരുന്നു? 45,500 ആയിരിക്കും ഏകദേശം, അല്ലേ? 45,500 അല്ലേ ഏകദേശം ലോ വന്നിരിക്കുന്നത്? 45,500. ഏകദേശം 1000 പോയിന്റിന്റെ അടുത്ത് മൂവ്മെന്റ് ആണ് ഒരു ദിവസം കൊണ്ട് മാർക്കറ്റ് കണ്ടിരിക്കുന്നത്. 1000 പോയിന്റിന്റെ അടുത്ത് മൂവ്മെന്റ്. ഇനി ലൈവ് സെഷനിൽ നടന്നൊക്കെ ഒന്ന് വിട്ടേക്കുക. നമ്മള് ജസ്റ്റ് ഒരു കാര്യം ഷെയർ ചെയ്യാണ്. തോമസ് സാർ എപ്പോഴും പറയുന്ന കാര്യം കേട്ടിട്ടുണ്ടോ? വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ഈ ഒരു വാക്ക്. തോമസ് സാർ എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, ധൈര്യമുള്ളവനെ ഭാഗ്യവും തുണയ്ക്കും. ഒന്ന്, ധൈര്യമുള്ളവനെ ഭാഗ്യവും തുണയ്ക്കും. രണ്ടാമത്തെ ഒരു വാക്ക്, റിസ്ക് എടുക്കാൻ മനസ്സുള്ളവനിൽ നിന്നും അകന്നകന്ന് പോകുന്നതാണ് റിസ്ക്. റിസ്ക് എടുക്കാൻ മനസ്സില്ലാത്തവനിലേക്ക് അട്ടി വീഴുന്നതാണ് റിസ്ക്. ഇത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഇന്നത്തെ 15 മിനിറ്റ് ക്യാൻഡിലിന്റെ മാർക്കറ്റിനെ ഒന്ന് കണ്ടു നോക്കുക. എവിടെയാണ് ഇന്ന് ട്രേഡ് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം മാർക്കറ്റ് തന്നത്?
ഒരു ലോട്ടെങ്കിലും വിട്ട് കളയാൻ നമുക്ക് പറ്റിയിരുന്നെങ്കിൽ, ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്, നമുക്ക് പറ്റിയിരുന്നെങ്കിൽ ആ ഒരു ലോട്ടിന്റെ പ്രോഫിറ്റ് എത്രയായിരുന്നു? ഇന്ന് പക്ഷെ ലൈവ് സെഷനിൽ ഇന്ന് പക്ഷെ ലൈവ് സെഷനിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ 1-2 ലോട്ട് വിട്ട് കളഞ്ഞു. ലൈവ് സെഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും അലർട്ട് ആവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ട്രേഡിൽ ആവരുത് എന്റെ ശ്രദ്ധ എന്ന് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. എന്റെ ട്രേഡിൽ ആവരുത് എന്റെ ശ്രദ്ധ. മാർക്കറ്റിലും ഈ മാർക്കറ്റിന്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ ഓരോ വ്യൂവും, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, ലൈവ് മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ പലരും പല അഭിപ്രായങ്ങളും പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇതിനിടയ്ക്ക് ഒരിക്കലും മാർക്കറ്റിൽ നിന്ന് ഫോക്കസ് പോകരുത്, എന്റെ ട്രേഡിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരു അവസരം വരരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ക്വാണ്ടിറ്റി കുറച്ചും ചെറിയ ട്രേഡുകളൊക്കെ ലൈവ് സെഷനിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇന്ന് ലൈവ് സെഷൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു 1-2 ലോട്ട് വിട്ട് കളയാൻ നമുക്ക് പറ്റുമായിരുന്നു. കാരണം നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും, നിഫ്റ്റിയെ സംബന്ധിച്ചോളം വലിയ മൂവ്മെന്റ് തന്നില്ല എങ്കിൽ പോലും ഈ 2 ഇൻഡെക്സുകളും നമുക്കൊരു 15 മിനിറ്റ് ക്യാൻഡിലിൽ എക്സിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം പോലും ഇന്ന് തന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ ഒന്ന് റിസ്ക് എടുക്കാൻ നമ്മളൊന്ന് തയ്യാറായിരുന്നെങ്കിൽ നമ്മുടെ ജാതകം എവിടെ പോയി നിൽക്കുകയായിരുന്നു? സാറേ, പക്ഷേ ഇങ്ങനെ റിസ്ക് എടുത്ത പല ദിവസങ്ങളിലും ഇത് തലേകുത്തി താഴത്തേക്ക് പോയി കാശ് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പേടി. അതല്ല സാറേ, സാറൊന്ന് ചിന്തിച്ച്, ഇവിടെ 15 മിനിറ്റിന്റെ ഒരു ഗ്രീൻ ക്യാൻഡിലിന്റെ ബിഗ് ക്യാൻഡിലിന്റെ ലോ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്തോ? അല്ല സാറേ, ചില ദിവസങ്ങളിൽ ഇത് നേരെ പോകും. അതെ അതെ അതെ, ചെത്തിയത്. എങ്ങനെ പോകുന്നു? നേരെ താഴോട്ടൊക്കെ പോകും. അതല്ലേ സാറേ എപ്പോഴും പറഞ്ഞത്, നമ്മളൊരു ട്രേഡ് എടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റിന്റെ ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ അപ്പൊ എക്സിറ്റ് ചെയ്തോന്നേ. ഒരു ലോട്ട് വിട്ടുകളഞ്ഞാൽ പോരെ സാറേ? ഞാനത് സിസ്റ്റത്തിന് തന്നെ വിട്ടു കൊടുത്തായിരുന്നു ഒരു ലോട്ട് ബാങ്ക് നിഫ്റ്റി. എത്ര കിട്ടി സാറേ? ഞാൻ ലേറ്റ് ആയപ്പോൾ എനിക്ക് ഏകദേശം 6000 രൂപയിൽ മുകളിൽ കിട്ടി സാർ ഒരു ലോട്ടിന്. ഒറ്റ ലോട്ടിന്? ഒറ്റ ലോട്ടിന്. യെസ്. ആ ഒരു ലോട്ട് റൈഡ് ചെയ്യാൻ വിടുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും അറിയാമോ? പിന്നെ കൊടുങ്കാറ്റ് വന്നാലും നമുക്ക് കുലുങ്ങും മാർക്കറ്റിൽ. കാരണം ഒരു സിസ്റ്റം നമ്മളെ നയിക്കാനുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് തലയും കുത്തി താഴേക്ക് വന്നോട്ടെ, പക്ഷെ ഒരു 15 മിനിറ്റിന്റെ ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്യണം. ആ 15 മിനിറ്റിന്റെ ലോ ബ്രേക്ക് ചെയ്യാൻ സാധിക്കാത്തടത്തോളം കാലം അത് എക്സിറ്റ് ചെയ്യാതിരിക്കാനുള്ള മൈൻഡും കൂടെ നമ്മൾ ആർജിച്ചെടുക്കണ്ടേ. ഇത് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ടോപ്പിക് അല്ലല്ലോ സാറേ. ഇപ്പൊ ഈ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. കാരണം അത് ആ രീതിയിൽ ഇതുവരെ നോക്കിയിട്ടില്ല. ഭാസ്കരൻ സാറൊക്കെ പുതിയ ആളായിരുന്നു, അത് കുഴപ്പമില്ല. പക്ഷേ നമ്മള് സാർ പറഞ്ഞില്ലേ 105 ബാച്ചിന്റെ പുതിയ ആളാണ്. കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞിരുന്നല്ലോ ഒരു ലോട്ടെങ്കിലും സിസ്റ്റത്തിന് വിട്ടുകൊടുക്കാനായിട്ട്. ഇന്ന് എനിക്ക് തോന്നി, കാരണം മാർക്കറ്റ് കംപ്ലീറ്റ് അപ് ട്രെൻഡിൽ നിൽക്കുകയാണ്. ട്രെൻഡ് കംപ്ലീറ്റ് ഒരു അപ് ട്രെൻഡ് ആണെന്ന് എനിക്ക് തോന്നിയത് കാരണം മാത്രമാണ് സാറേ അങ്ങനെ ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തോളൂ, നിഫ്റ്റിയിൽ എടുത്തില്ല. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. വേറെ ആരോന്ന് പറയാൻ വന്നു? സാറേ, സാറ് പറഞ്ഞല്ലോ രണ്ടും തുടർച്ചയായിട്ട് ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു പോസിറ്റീവ് ഇതായിരിക്കും എന്ന് പറഞ്ഞല്ലോ നേരത്തെ. ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് തൊട്ടടുത്ത് തന്നെ വീണ്ടും ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലെന്താ സാർ നേരത്തെ പറഞ്ഞല്ലോ ഒരു സാറേ ഒരു പ്രധാന കാര്യം എന്താ അറിയാം, ഞാനിത് എക്സ്ക്യൂസ് പറയാ ഒഴിഞ്ഞു കഴിവ് മാറുകയൊന്നും അല്ലാതെ ചെയ്യുന്നത്. എന്റെ ഒരു ശീലമോ രീതിയോ എന്തോ എന്ന് എനിക്കറിയില്ല, പക്ഷെ സിലബസ് ആണ് എടുക്കുന്നെങ്കിൽ തൊട്ട് മുമ്പ് പറഞ്ഞു പോയ കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് ഓർമ്മിക്കാം, മറക്കില്ല. പക്ഷേ സാറ് പറഞ്ഞത് ഇതാണ്, 2 വലിയ ഗ്രീൻ ക്യാൻഡിൽ വന്നപ്പോൾ അത് സപ്പോർട്ട് ആക്കി എടുത്ത് സാർ ചെയ്തു എന്നാണ് പറഞ്ഞത്. സുബൈ സാർ അത് 2 ഗ്രീൻ ക്യാൻഡിൽ നിന്ന് മാത്രമേ കേട്ടുള്ളൂ. അത് ക്യാൻഡിലിന്റെ വലിപ്പം കൂടിയ 2 ഗ്രീൻ ക്യാൻഡിലായിരുന്നു സാർ പറഞ്ഞത്. അത് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഈ നമ്മുടെ കാണിച്ചെന്ന് തോന്നുന്നു. ഔട്ട് ഓഫ് സിലബസിന്റെ ഭാഗമായിട്ടുള്ള ഡിസ്കഷൻ അല്ലെങ്കിൽ ടോപ്പിക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും തൊട്ട് മുമ്പ് പറഞ്ഞ എന്താന്ന് പോലും ചിലപ്പോ ഓർത്തിരുന്നോന്നും എന്നില്ല. കാരണം അതങ്ങനെ നടന്നു പോകുന്നത്. സാർ പറഞ്ഞത് ഇതാണ്, 46,300 ബാങ്ക് നിഫ്റ്റിയുടെ അത് ക്രോസ് ചെയ്യുന്ന 2 ഗ്രീൻ ക്യാൻഡിൽ അടുപ്പിച്ച് വന്നപ്പോൾ അവിടുത്തെ കാര്യമാണ് സാർ പറഞ്ഞത്. അതാണ് സുബേഷ് സാർക്ക് ചോദിച്ചത്. എനിക്ക് തോന്നുന്നു എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇവിടുന്ന് ട്രേഡ് എടുത്തതിന്റെ ആയിരിക്കും. 2 ക്യാൻഡിൽ അടുപ്പിച്ച് ഈ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇവിടുന്ന് ഞാൻ ട്രേഡ് എടുത്തതെന്ന് പറഞ്ഞത്. 110 ബ്രേക്ക് ചെയ്തപ്പോ ട്രേഡ് എടുത്ത് ഈ 2 ക്യാൻഡിലിന്റെ ബിഗ് ക്യാൻഡിലിന്റെ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തതിന്റെ കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസിലാണ് ട്രേഡ് എടുക്കുന്നത്.
അത് ഇവിടെ എത്തിയപ്പോൾ ഞാൻ ആഡ് ചെയ്ത ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്തു. അതിനുശേഷം ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിന് വിട്ടുവിടും. ഇങ്ങനെയാണ്. എന്തോ ഇൻട്രാഡേ ഇതിലല്ലേ ട്രേഡ് എടുക്കാറ്? 3.28 വരെ നോക്കി എന്ന് പറഞ്ഞപ്പം ഇൻട്രാഡേ നമ്മൾ 3.20 തീരുമല്ലോ സാറേ. ഇൻട്രാഡേ എന്നുള്ളതിൽ നമ്മൾ സെലക്ട് ചെയ്ത് ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതിനകത്ത്. ഇല്ലല്ലേ? ഓപ്ഷൻ നമുക്ക് എന്തായാലും മറ്റന്നാൾ ഒരു എക്സിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇൻട്രാഡേയിൽ എന്തിനാ ബൈ എടുക്കുന്നത്? ബാങ്ക് നിഫ്റ്റിയിൽ 900 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഇത് റെയർ അല്ലേ സർ? ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. റെയർ ഒന്നുമല്ല, സോറി, റെയർ ആണ്, വരാതിരുന്നിട്ടൊന്നുമില്ല, വന്നിട്ടുണ്ട്. അതുപോലെ പക്ഷേ വേറൊരു കാര്യം പറയാം. എബ്രഹാം സാറിന്റെ പോക്കറ്റിലാണ് മൊബൈലെങ്കിൽ പോക്കറ്റിൽ നിന്ന് എടുത്തൊന്ന് മാറ്റണം. കാരണം സ്ക്രീനിൽ പടം വരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇത്രയും വലിയ ഗ്യാപ്പ് അപ്പും അതിനുശേഷം ഇത്രയും വലിയ റാലിയും അത്യപൂർവമാണെന്ന് തന്നെ പറയാം. ആ കോവിഡ് സമയത്തൊക്കെ ഇതുപോലത്തെ സംഭവിച്ചിട്ടുള്ളൂ. വലിയ ഗ്യാപ് ഡൗൺ വന്നിട്ട് വലിയ രീതിയിൽ താഴേക്ക് വന്നത് കോവിഡ് സമയത്തേക്കുള്ളൂ. അതല്ലാതെ ഈ നോർമൽ മാർക്കറ്റ് കണ്ടീഷനിൽ ഇത്രയും വലിയ ഗ്യാപ്പ് അപ്പ് സംഭവിച്ചതിന് ശേഷം ഏകദേശം 1000 പോയിന്റുള്ള, ഏകദേശം എന്റെ ഊഹം ശരിയാണെങ്കിൽ 800 പോയിന്റിന് അടുത്ത് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ കിട്ടിയ മാർക്കറ്റാണ്. അതിനുശേഷം വീണ്ടും ഒരു ഏകദേശം 800 പോയിന്റിന് മുകളിൽ ഒരു റാലിയും കിട്ടിയത് അപൂർവ മാർക്കറ്റുകൾ, അത്യപൂർവം. അല്ലെങ്കിൽ ചിലപ്പോൾ റാലി കിട്ടും. 1000 പോയിന്റ്, 1200 പോയിന്റ്, 1400 പോയിന്റ് ഒക്കെ റാലി കിട്ടിയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ് കിട്ടും. 400, 500, 700 പോയിന്റ് ഒക്കെ ഗ്യാപ്പ് അപ്പ് കിട്ടും. അതിനുശേഷം ഒന്ന് പതുങ്ങി നിൽക്കേ താഴേക്ക് വരികയുള്ളൂ. പക്ഷേ വൺ ഗ്യാപ്പ് അപ്പും അതുപോലെ തന്നെ വലിയൊരു റാലിയും കിട്ടിയത് അത്യപൂർവമായിട്ടുള്ള മാർക്കറ്റാണ്. ഞാൻ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ ഇതുപോലത്തെ മാർക്കറ്റ്. കണ്ടിട്ടുള്ളൂ എന്ന് പറയാൻ എനിക്കത് മാത്രമുള്ള പരിചയമൊന്നും ഇല്ലല്ലോ. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ശിശുവല്ലേ. പക്ഷെ ശിശുവാണെങ്കിലും ക്ലാസ് എടുക്കാനുള്ള ധൈര്യം കാണിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായിട്ടുള്ള സിസ്റ്റം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം മാർക്കറ്റിൽ റെസ്പെക്ട് ചെയ്യുന്ന, മാർക്കറ്റിലെ മൂവ്മെന്റിനെ ഒരു പക്ഷേ ഒരു പരിധി വരെയൊക്കെ തടയാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ മൂവ്മെന്റിനെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഈ സിസ്റ്റം മാർക്കറ്റിൽ അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സിസ്റ്റത്തിനെ വിശ്വസിക്കാനും അതിനൊപ്പം നിലനിൽക്കാനുമുള്ള സമർത്ഥം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. സറണ്ടർ ആവാൻ പറ്റില്ല. സറണ്ടർ ആവാൻ ഉള്ള മനസ്സില്ലായ്മയാണ് നമ്മുടെ പ്രശ്നം. ഈ മിനിഞ്ഞാന്നത്തെ മീറ്റിനിടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു, പക്ഷെ എന്റെ വഴി മാറിപ്പോയ ഒരു സാധനമുണ്ട്. എന്താണ് വിദ്യാഭ്യാസം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ തുടങ്ങി വെച്ചു. അത് വഴി പിന്നെ പല വഴികളിലൂടെയും പോയി, അങ്ങോട്ട് എത്തിയില്ല. ശരൺ സാറ് എന്താണ് വിദ്യാഭ്യാസം എന്ന് ചോദിച്ചപ്പോൾ ശരൺ സാറ് തൽക്കാലം എന്തോ പറയാൻ വേണ്ടി നിന്നു. അതുവഴി ഏതൊക്കെയോ വഴികളിലൂടെ പോയി, പിന്നെ അതങ്ങ് മറന്നുപോയി. ഇവിടെ അതാണ്, ഒരു സിസ്റ്റം നമ്മളുടെ മുമ്പിലുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെയാണല്ലോ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ശരിക്കും വിദ്യാഭ്യാസം? ആരോ ഉത്തരം പറയുന്നു? ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന ഉത്തരം തന്നെ വേണം കേട്ടോ. സിസ്റ്റം പഠിക്കുക. സിസ്റ്റം പഠിക്കുക. സിസ്റ്റം ഫോളോ ചെയ്യാം. വിദ്യാഭ്യാസിക്കുക. അറിയാത്ത കാര്യങ്ങൾ പഠിക്കുക. വരട്ടെ, എല്ലാവരുടെയും അഭിപ്രായം വരട്ടെ. ഡിസിപ്ലിൻ സിസ്റ്റത്തിൽ നിലനിൽക്കാല്ലോ സാറേ. അറിവ് പഠിക്കുക. സാറേ, പകർന്നു തരുന്ന അറിവിനെ അന്ധമായി ഫോളോ ചെയ്യാം. വിദ്യ അഭ്യസിക്കുക. പഠിച്ച കാര്യങ്ങളെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ഉപയോഗിക്കുക. അത് വിദ്യാഭ്യാസം. ഇവിടെ സന്ദീപ് സാർ പറഞ്ഞ ഒരു വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് കൂടുതൽ മെച്ചപ്പെട്ട എന്തിനോ വേണ്ടിയിട്ടുള്ള കൂടുതൽ മെച്ചപ്പെട്ട ഒരു കാര്യം നേടാനായിട്ടുള്ള നമ്മുടെ പരിശ്രമമാണ് വിദ്യാഭ്യാസം. ഇപ്പോ സ്കൂളിലാണെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അക്ഷരങ്ങൾ അതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട കാര്യത്തിനായിട്ടുള്ള പരിശ്രമമാണ് ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെ? സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും കുറച്ചുകൂടെ ഇപ്പൊ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട കാര്യം നേടിയെടുക്കാനുള്ള പരിശ്രമമാണ് ശരിക്കും വിദ്യാഭ്യാസത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ?
ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു കാര്യം നേടാനുള്ള പരിശ്രമമാണ് ഓരോ വിദ്യാഭ്യാസത്തിലൂടെയും നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും കാണലും കേൾക്കലും മാത്രമാണ്, അനുഭവിക്കലും. കാണലും കേൾക്കലും അനുഭവിക്കലുമാണ് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. പക്ഷേ അതൊരിക്കലും റിസൾട്ട് ആയിട്ട് മാറുന്നില്ല. എവിടെയും കണ്ടു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് എന്താ പറയുന്നത്, അതൊരു റിസൾട്ട് ആയിട്ട് മാറുന്നില്ല, അത് കാഴ്ചയായി മാറുന്നു. കേൾക്കുന്നു, വിദ്യാഭ്യാസത്തിലൂടെ കേൾക്കുന്നു. ആ കേൾക്കുന്നത് ഒരിക്കലും നമുക്ക് ഗുണകരമാവുന്നില്ല എന്നല്ല പറയുന്നത്, അതൊരിക്കലും റിസൾട്ട് കൊണ്ടുതരുന്നില്ല. കേൾവി അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു തുടങ്ങുമ്പോഴാണ് നമുക്ക് ഈ വിദ്യാഭ്യാസം കൊണ്ട് ഗുണം കിട്ടും. ഏത് വിദ്യാഭ്യാസം കൊണ്ട്? കാണുന്നതും കേൾക്കുന്നതും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. കണ്ടാലും കേട്ടാലും ഒരിക്കലും നമ്മൾ ഇമ്പ്രൂവ് ആവുന്നില്ല. അത് നമ്മുടെ ലൈഫിൽ സന്ദീപ് സാറ് പറഞ്ഞ പോലെ ഓരോ സാഹചര്യത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത് മെച്ചപ്പെടുത്തിക്കൊണ്ട് വരുമ്പോഴാണ്, അതായത് ഇന്ന് വരെയുള്ള റിസൾട്ടിനെ കുറച്ചും കൂടെ മെടുത്തി വരുമ്പോഴാണ് അതൊരു വിദ്യാഭ്യാസമാവുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ വിദ്യാർത്ഥികൾ മാത്രമാവുന്നില്ല, അഭ്യാസികളാവുന്നില്ല, വിദ്യാർത്ഥികൾ മാത്രമാവുന്നുണ്ട്. പക്ഷെ വീണ്ടും എനിക്ക് വളരെയധികം ഒരു എന്താ പറയുക സംതൃപ്തി നൽകുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് നമുക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും ലൈഫിലാണെങ്കിലും. കാരണം നമ്മുടെ ഈ ക്ലാസ്സിൽ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ പോലും അറിയാതെ ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴായിട്ട് കിട്ടി. ലൈഫിൽ പോലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം? അപ്പോൾ നേരത്തെ പറഞ്ഞു നിർത്തി ഇത്രയാണ്, കൂടുതൽ മെച്ചപ്പെട്ട റിസൾട്ടിനായിട്ടുള്ള നമ്മുടെ പരിശ്രമമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അവിടെ ചിന്തിക്കണം, ഈ കൂടുതൽ മെച്ചപ്പെട്ട റിസൾട്ട് കിട്ടാനുള്ള പരിശ്രമത്തിനായിട്ട് നമ്മൾ സ്വയം സറണ്ടർ ചെയ്യാൻ തയ്യാറാണ്. സ്വയം സറണ്ടർ ചെയ്യാൻ തയ്യാറാണ്. സറണ്ടർ ചെയ്യാത്തിടത്തോളം കാലം മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാവില്ല. ഇനി സ്വന്തം ലൈഫിലേക്ക്, ട്രേഡിംഗ് ലൈഫായിട്ട് എവിടെയാണ്, സ്വന്തം ലൈഫിലേക്ക് ഞാൻ എത്രമാത്രം ഒരു കാര്യം നേടാനായിട്ട് ഞാൻ എന്തുമാത്രം സറണ്ടർ ചെയ്തിട്ടുണ്ട്. ഇതാണ് മറ്റുള്ളവർക്ക് നേടാൻ കഴിയുന്നു, എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതിന്റെ ഒരു 70% പരിഹാരം ഇതാണ്. സറണ്ടർ ചെയ്യാൻ ശീലിക്കാം. എവിടെയും നമ്മുടെ ഫാമിലി ലൈഫിൽ മെച്ചപ്പെട്ടത്, ഇപ്പോൾ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ലൈഫ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ പങ്കാളികൾക്കും മക്കൾക്കും സറണ്ടർ ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ച് അവരുടെ അടങ്ങിയിരിക്കണം എന്നല്ല പറഞ്ഞത്. അതുപോലെ ട്രേഡിങ്, മാർക്കറ്റിൽ സറണ്ടർ ആണ്. അവിടെ നമ്മുടെ മസിലുകൾക്ക് സ്ഥാനമില്ല. അതായത് മസിലുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിന്തകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിനെ സറണ്ടർ ചെയ്തുകൊണ്ടുള്ള ചിന്തകളായിരിക്കണം നമുക്ക് ഈസി ആയിട്ട് പ്രവർത്തിക്കാൻ ചെയ്യാൻ പറ്റും. ഇവിടെ സറണ്ടർ ആവാൻ നമ്മൾ സമ്മതിക്കാത്തത് നമ്മളുടെ നേരത്തെ അറിവുകളും എക്സ്പീരിയൻസുകളാണ്. ഈ അറിവുകളെയും എക്സ്പീരിയൻസുകളെയും മാർക്കറ്റിന് മുമ്പിൽ സറണ്ടർ ആവുക. ഈ സറണ്ടർ ആകുമ്പോഴാണ് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട അല്ലെങ്കിൽ പരിശ്രമം സാധ്യമാകുന്നത്. ആ കൂടുതൽ മെച്ചപ്പെട്ട പരിശ്രമമാണ് നമ്മളെ സക്സസിലേക്ക് എത്തുന്നത്. ഓ, ഇനി വയ്യ മതി പോരെ. ഇനിയും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ ആരൊക്കെയായിരുന്നു. താത്വിക അവലോകനമായി സാറേ ഇന്ന് ലൈവ് ഉണ്ടായിരുന്നോ? ആഹാ, മൊത്തം കൊണ്ട് കളഞ്ഞില്ലേ സാറേ? ഇത്രയും നേരം ഞാൻ ആർജിച്ചെടുത്ത ആ ഒരു എനർജി ഒക്കെ പോയില്ലേ സാറേ? ഇപ്പൊ പഴയ മോഡൽ ഒരു ചോദ്യത്തോട് കൂടി സകല ഊർജം പോയി. അതുകൊണ്ട് അബദ്ധം പറ്റിപ്പോയി തന്നെ. ചൊവ്വാഴ്ച എന്നാണ്ടല്ലേ പറഞ്ഞ നെറ്റിൽ എഴുതിട്ടെന്ന് തോന്നുന്നു. സാറിന്ന് രാവിലെ ഉണ്ടായിരുന്നല്ലോ. അല്ല, ചിലപ്പോ രാവിലത്തെ എന്തെങ്കിലും കോളും ഇല്ലേ, പ്രോഫിറ്റ് തന്നെ ബോധം പോയി. അടുത്ത ലൈവ് എന്നായിരുന്നു സാറേ? ബുധനാഴ്ച. വലിയൊരു ഗോൾഡൻ നഷ്ടപ്പെട്ടു പോയി ലൈവ് ഇല്ലാത്ത. സാറേ
സാറേ ഒരു കാര്യം നമ്മുടെ ചോദിക്കട്ടെ. ഈ നമ്മുടെ ഈവനിങ് ബാച്ചിന്റെ ഈ ഫസ്റ്റ് പിന്നെ ആദ്യം തൊട്ട് തുടങ്ങുന്നതിന് എപ്പോ തൊട്ടാ സാറേ? ഒരു 3-4 ദിവസത്തിനുള്ളിൽ, 3-4 ദിവസത്തിനുള്ളിൽ. എപ്പോഴും പറയാൻ പറ്റില്ല സാറേ. ശരിക്കും ഇന്നും ഒരു ടോപ്പിക്ക് തീരേണ്ട സിലബസിലായിരുന്നു, പക്ഷെ ഇന്ന് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഇതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ നമ്മുടെ സിലബസിൽ ഇല്ലാതെ, നമ്മുടെ ടോപ്പിക്കിൽ ഇല്ലാത്ത കാര്യത്തിലേക്ക് പോകുന്നത്. ഒരിക്കലും നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകത സിലബസ് മാത്രമല്ല കേട്ടോ പഠിച്ചു വരുന്നത്. സിലബസ് മാത്രമല്ല. അടുത്ത ആഴ്ച തൊട്ടല്ലാകുള്ളൂ. എനിക്ക് ഈ ദിവസങ്ങളിലൊന്നും വൈകുന്നേരം ഫ്രീ ആകാൻ പറ്റും. എനിക്ക് പറയാൻ കേട്ടിട്ട്. അപ്പൊ അടുത്ത ആഴ്ച തൊട്ടല്ലേ ഏകദേശം ഉണ്ടാവുള്ളൂ. അല്ലല്ല, അല്ല ഇപ്പൊ ഏകദേശം ചിലപ്പോ ഒരു വ്യാഴാഴ്ച വെള്ളിയാഴ്ചയോട് കൂടി സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. 1 ദിവസം ഇങ്ങനത്തെ കാര്യങ്ങളായിട്ട് ഇടയ്ക്കും കൂടെ കുറച്ച് മോട്ടിവേഷൻ ഒക്കെ കൊടുക്കുക. ഒരാളുടെ സൗകര്യത്തിന് വേണ്ടി നമ്മുടെ ക്ലാസ് മാറ്റിമറിക്കണം എന്നാണ് പറയുന്നത്. നടക്കൂല മക്കൾ. ദിവസമായിട്ട് എനിക്ക് 15 ദിവസമായിട്ട് ഈവനിങ് ക്ലാസ് മര്യാദക്ക് കൂടാനുള്ള സാഹചര്യം. ഞാൻ അടുത്ത ആഴ്ചയോട് ഞാൻ എന്റെ സാഹചര്യങ്ങളെല്ലാം ഒരുക്കി ഇതിനായിട്ട് തന്നെ മാറ്റി വെച്ചേക്കുവാ. അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. കുഴപ്പമില്ല. ഞാനങ്ങനെ എന്റെ എന്റെ അഭിപ്രായം കേൾക്കണമെന്നില്ല. ഞാനങ്ങനെ സാറിനോട് പറഞ്ഞു. ഇത്രയും ദിവസം ഞാൻ ഈ 103-ാം ബാച്ചിൽ വന്നതാണ്. പക്ഷെ എനിക്ക് ഈവനിങ് ക്ലാസ് 1-2 ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എന്റെ സാഹചര്യം അങ്ങനെ ആയിട്ട്. ഓക്കെ, സാഹചര്യം മാറ്റിമറിക്കാൻ തിങ്കളാഴ്ച തൊട്ട് ഞാൻ അതിനുള്ള എല്ലാ ഒരു കാര്യം ചോദിക്കട്ടെ സാർ. ഗ്യാപ്പ് ഓപ്പണിങ്ങിന്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കാനുള്ള ഒന്ന് പറഞ്ഞിട്ട് പോണേ സാറേ. അവിടെ നിന്ന് പോണതിന് മുമ്പ്. അല്ല, സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോകും. ഗ്യാപ്പ് ഓപ്പണിങ് വരുമ്പോ മാത്രം. ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ് വരുമ്പോൾ മാത്രം എന്താ സപ്പോർട്ട് റെസിസ്റ്റൻസ് പ്രത്യേകിച്ച് വരയ്ക്കാനുള്ളത്? നമുക്ക് വേറെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇല്ല. പിറ്റേ ദിവസത്തേക്ക് നമ്മൾ വരയ്ക്കൂലേ സാറേ? നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഗ് ക്യാൻഡിൽസും ബിഗ് മൂവ്മെന്റ് ആരംഭിച്ച ക്യാൻഡിൽസും മാത്രമേ ഉള്ളൂ. അത് ആ സമയത്തുള്ളത് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. പിറ്റേ ദിവസം അതിന്റെ മുകളിലോ താഴെ വേറെ ഗ്യാപ്പ് അപ്പ് ക്യാൻഡിൽ ഇല്ലല്ലോ. അപ്പൊ ഇന്നത്തെ ഗ്യാപ്പ് അപ്പിന് അവിടെ വരയ്ക്കേണ്ട ആവശ്യമില്ല നാളത്തേക്ക്. ഇല്ല, അതായത് ഈ മാർക്കറ്റിൽ ഈ ക്യാൻഡിൽ ഫോം ആയപ്പോ നമുക്കൊരു റെസിസ്റ്റൻസ് കിട്ടി. ഓക്കെ, ഈ ക്യാൻഡിൽ വലിയ ക്യാൻഡിൽ ഫോം ആയപ്പോൾ ഒരു സപ്പോർട്ട് കിട്ടി. വലിയ ക്യാൻഡിൽ ഫോം ആയപ്പോൾ സപ്പോർട്ട് കിട്ടി. ഇത്രേ നമ്മുടെ മുമ്പിലുള്ളൂ. ഇനി അങ്ങോട്ട് അതാണ് മുകളിലേക്ക് പോകുന്തോറും നമ്മൾ ചെറിയ ചെറിയ ഷോർട്ട് ടൈം ട്രേഡിലൂടെ മൂവ് ചെയ്യും. താഴേക്ക് ഈ ക്ലോസിംഗ് റേഞ്ച് വരെ വരുമ്പോഴേക്കും ഷോർട്ട് ടൈം ട്രേഡിങ്ങിലൂടെ നമ്മൾ വലിയ ക്യാൻഡിലുകളുടെ ഹൈ എക്സിറ്റ് പോയിന്റ് ആയിട്ട് കണക്കാക്കി നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇന്നത്തെ ആ റെഡ് ക്യാൻഡില് കട്ടായി കഴിഞ്ഞാൽ താഴെ സപ്പോർട്ട് മാത്രമല്ലേ ഉള്ളൂ. താഴത്തെ ക്ലോസിംഗ് റേഞ്ച് തന്നെയാണ് സപ്പോർട്ട് അല്ലേ? ഇത് മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ താഴേക്ക് വരുന്ന റെഡ് ക്യാൻഡിൽ ഉണ്ടല്ലോ, താഴേക്ക് ഫോം ആയി വരുന്ന റെഡ് ക്യാൻഡിലിന്റെ ഹൈ എപ്പോ ബ്രേക്ക് ചെയ്യുന്നു അപ്പൊ നമ്മൾ എക്സിറ്റ് ചെയ്യും ആ ട്രേഡ്. സാറേ ഇതില് ഒരു കാര്യം ചോദിക്കട്ടെ. സാർ ഇപ്പൊ പറഞ്ഞു 15 മിനിറ്റ്സിന്റെ ക്യാൻഡിലിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എക്സിറ്റ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു. അതായത് നമ്മൾ 5 മിനിറ്റ്സിന്റെ ഇപ്പൊ ഇൻട്രാഡേ ആകുമ്പോൾ നമ്മൾ സ്റ്റോക്സിലൊക്കെ നോക്കിയിരുന്ന 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഡൗൺ ആവുന്ന സമയത്ത് അവിടെ പോയിന്റ് ചെയ്തിട്ടായിരുന്നു പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ നോക്കിയപ്പോ 15 മിനിറ്റ്സിൽ ഒരെണ്ണം പോലും നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത പോലും കാണുന്നില്ല. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു ഇൻട്രാഡേ ഓപ്ഷന് ഇൻട്രാഡേ ചെയ്യുമ്പോൾ 15 മിനിറ്റ്സിന്റെ ബേസിസിൽ പോയാൽ പെർഫെക്റ്റ് ആയിരിക്കുമല്ലോ അല്ലെ? ഇനി ഇപ്പൊ അങ്ങോട്ട് അതല്ല പറഞ്ഞത് സാർ. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ട്രേഡ് എടുത്തത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ പറഞ്ഞത് ഒരു ലോട്ടെങ്കിലും റൈഡ് ചെയ്യാൻ വിടായിരുന്നില്ലേ എന്നാണ്. ആ റൈഡ് ചെയ്യാൻ വിടുന്നതിനാണ് 15 മിനിറ്റ് ക്യാൻഡിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത്. മറ്റു ട്രേഡുകൾ നമ്മൾ 5 മിനിറ്റ് തന്നെയാണ് ഫോളോ ചെയ്തത്. ഇവിടെ 15 മിനിറ്റ് ഫോളോ ചെയ്തുള്ള കുഴപ്പം എന്താണെന്നറിയോ? ഇൻട്രാഡേ ഇതുപോലത്തെ മാർക്കറ്റ് എല്ലാ ദിവസവും വരുമോ? ഇല്ല. അപ്പോ നമുക്ക് ഈ ഒരു മൂവ്മെന്റ് കിട്ടി. അടുത്തൊരു 15 മിനിറ്റ് ക്യാൻഡിൽ ഇവിടെയാണ്. ഇത് ഇത്രയും സമയം ഇവിടെ നിന്ന് ഇത് ബ്രേക്ക് ചെയ്യുമ്പോഴേക്ക് മൂവ്മെന്റ് കിട്ടിയ മൂവ്മെന്റ് പ്രോഫിറ്റ് മാത്രമല്ല ലോസും വരും. അപ്പൊ 5 മിനിറ്റ്സ് തന്നെയാണ് അതിന്റെ പ്രോപ്പർ വേ. 5 മിനിറ്റ് തന്നെയാണ് അതിന്റെ പ്രോപ്പർ വേ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വല്ലപ്പോഴും, എല്ലായ്പ്പോഴും എന്നല്ല ഞാൻ പറയുന്നത്, വല്ലപ്പോഴും ഒരാഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ഒരു ലോട്ടിന് ഇപ്പൊ 2-3 ലോട്ട് വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു ലോട്ട് ചെയ്യുന്ന ആളല്ല കാര്യമല്ല പറയുന്നത് കേട്ടോ, 2-3 ലോട്ടൊക്കെ ടിക്കറ്റ് ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ലോട്ട് സിസ്റ്റത്തിന് വിട്ടുകൊടുക്കാൻ പ്രാക്ടീസ് ചെയ്യാം. അതിന്റെ പ്രോഫിറ്റോ ലോസോ അല്ല നമ്മൾ നോക്കേണ്ടത്. ആ സിസ്റ്റം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശേഷി ആർജിക്കാൻ വേണ്ടിയിട്ടാണ് വിട്ടുകൊടുക്കാൻ പറയുന്നത്. ഇങ്ങനെ ആർജിക്കുമ്പോഴാണ് പ്രോഫിറ്റ് റൈഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നമുക്ക് വരികയുള്ളൂ. അല്ലാത്തടത്തോളം കാലം പ്രോഫിറ്റ് റൈഡ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് നമുക്ക് ആർജിക്കാൻ കഴിയില്ല. ഓക്കെ.
സാറേ ഈ ചെറിയ റേറ്റ് വരുന്ന ഷെയർ ഉണ്ടാവുമല്ലോ, ഈ ഗെയിൽ അങ്ങനെയൊക്കെ ചെറിയ അതിൽ ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മള് 5 മിനിറ്റിലും താഴെ നോക്കല്ലേ നല്ലതെന്നും കൂടെ. എന്റെ അഭിപ്രായത്തില് നമുക്ക് ചെറിയ റേറ്റ് വരുന്ന അതായത് ചെറിയ പ്രൈസ് മാർക്കറ്റ് പ്രൈസ് ആണ് പറയുന്നത്, ഗെയിൽ പോലെ ചെറിയ മാർക്കറ്റ് പ്രൈസ് വരുന്ന സ്റ്റോക്കിലൊക്കെ ഓപ്ഷൻ ചെയ്യുന്നത് നമ്മൾ അത്രയ്ക്ക് എക്സ്പെർട്ട് ആയതിനു ശേഷം മാത്രമേ ഉള്ളൂ. കാരണം ചെറിയ മാർക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പ്രൈസിന്റെ മാർക്കറ്റ് നടക്കുമ്പോൾ ലോട്ട് സൈസ് വളരെ കൂടുതലായിരിക്കും, അതിന്റെ ക്വാണ്ടിറ്റി വളരെ കൂടുതലായിരിക്കും. ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത് സ്കിൽഡ് ആയതിനു ശേഷം. പക്ഷെ ഓപ്ഷൻ ചെയ്യാൻ എപ്പോഴും നല്ലത് 1 മിനിറ്റ് ടൈം ഫ്രെയിമാണ്, 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. ഇൻട്രോഡ് ചെയ്യാൻ 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ് എപ്പോഴും നല്ലത്. ഓക്കെ കേട്ടോ.